ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ ഇന്ന് ബ്രേമില്ല, ഞങ്ങൾ താമസിക്കുന്ന സിറ്റിയിലെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോവാം. അത് മുമ്പേ പോകേണ്ടതായിരുന്നു. ഇത് തുടങ്ങിയിട്ട് നവംബർ 27 തുടങ്ങിയതാണ്. അത് പക്ഷേ ഇന്ന് ഡിസംബർ 22-ാം തീയതി 23-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഞങ്ങൾക്ക് ഫുൾ അസുഖങ്ങളും പിന്നെ ജോലി തിരക്കും എല്ലാം കാരണം കൊണ്ട് ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ട്രിപ്പിംഗ് ബീച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ട്രിപ്പിംഗ് ബീച്ച്. എന്തെങ്കിലും പറയണ്ട? ഇല്ല ഇല്ല. എങ്ങടാ പോണേ? ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിലെത്തി. ഇവിടെ ഫുള്ള് ചെറിയ ചെറിയ സ്റ്റോളുകളാണ്. ഞങ്ങൾ വന്നിട്ടില്ല കേട്ടോ ഇതുവരെ. ഞങ്ങൾ ഇതുവരെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് നല്ലൊരു കഴിഞ്ഞ ക്രിസ്മസിന് നമ്മള് പോകാൻ പറ്റിയില്ല. അല്ല, ദുബായിലായിരുന്നു. ആ ശരിയാണ്, നമ്മൾ ദുബായിൽ അമ്മച്ചീനാണ്. അല്ല, അതിന് മുമ്പ് ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. പോകാൻ പറ്റിയില്ല. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് ലൈറ്റാണ്. എല്ലാ മരത്തിനും ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓ മഞ്ഞിന്റെ ഫീല് വരാൻ വേണ്ടിയിട്ട് കടകളുടെ മേലെ ഒരു മഞ്ഞിന്റെ പോലെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ കടകളും ഉണ്ട് കേട്ടോ. ചെറിയ തുണികള്, വിന്റർ ക്ലോത്ത്സിന്റെ തുണികള്, അതുപോലെ ആപ്പിള് വിന്റർ ക്ലോത്ത്സ്, പിന്നെ ആപ്പിള് പുഴുങ്ങി നിൽക്കുന്നുണ്ട്, പിന്നെ വിസ്കി, എല്ലാ കടകളും. അല്ല, അവർ സാമ്പിളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ താല്പര്യമില്ലാത്ത കാരണം ഞങ്ങൾ അത് അവിടേക്ക് പോകുന്നില്ല. പക്ഷെ നല്ല രസമുണ്ട്. ആപ്പിള് പുഴുങ്ങിയത് ഞാൻ ഇങ്ങനത്തെ സ്റ്റോളിൽ ആദ്യമായിട്ട് കാണാം. ചിലപ്പോൾ ഇവിടുത്തെ കോമൺ ആയിരിക്കും, നമ്മൾ വേറെ കണ്ടിട്ടില്ല. ഇവിടെ ഹോട്ടലിൻ്റെ പുറത്തെ ഒരു ഇഗ്ലൂവിൻ്റെ ഷേപ്പിൽ ഒരു കുബിക്കൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തിരിക്കുന്നവർക്ക് ഈ തണുപ്പത്തും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് അവരുടെ ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഗ്ലൂ വൈൻ കുടിക്കാൻ പോകുന്നത്, ചൂടാക്കിയ വൈൻ. ഇവിടെ വിന്ററിൽ അതൊരു സ്പെഷ്യാലിറ്റിയാണ്. ചൂടാക്കിയ വൈൻ കിട്ടും. അത് ഞാൻ ആദ്യം കുടിച്ചപ്പോൾ ഇഷ്ടമായിട്ടിരുന്നില്ല. പക്ഷേ ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾക്ക് അത് വാങ്ങിച്ച് കഴിച്ചു. Der Tod hat sie dort abgesagt. Mit Cypher und Linzer und Marzipanparfait. Das lässt du ihm. പട്ടുമായിരുന്നു ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. ഞങ്ങൾക്ക് പേടിയായിരുന്നു അവളെങ്ങാനും ക്യാമറ നിലത്തിടുമെന്ന്. അതാണ് ഷെറിന് ഓടിപ്പോകുന്നത്, ക്യാമറ നിലത്ത് വീഴുമോ എന്നുള്ള ടെൻഷനിൽ. ഞങ്ങൾ കഴിച്ചായിരുന്നത് ആപ്പിളിൻ്റെ പഞ്ചാണ്, ഇവിടെ പുഞ്ച് എന്ന് പറയുന്നത്. ആൽക്കോൾ ഫ്രീ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ പട്ടുവിന് കൊടുത്തത്. ഭയങ്കര ഹോട്ടായിട്ടാണ് അവരത് സെർവ് ചെയ്യുന്നത്. നമ്മൾ അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ പോലും പക്ഷെ കുടിക്കാൻ പറ്റും. പുറത്ത് അത്രയും തണുപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന പോലെയാണ് കിട്ടുക. ആ തണുപ്പത്ത് അത് കുടിക്കാൻ ഭയങ്കര സുഖമാണ്. പട്ടുവിന് ആദ്യം ടേസ്റ്റ് ചെയ്തപ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ 2 സിപ്പ് അടിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഹാഫ് ഗ്ലാസ് ആൾ കുടിച്ചു. അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലായിരുന്നു. ഡ്രിങ്ക്സൊക്കെ കഴിഞ്ഞ് പട്ടും ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു പാട്ടിന്. പട്ടു സ്കൂളിൽ ഭയങ്കര ഡാൻസിങ് ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സ്റ്റെപ്പൊന്നും അല്ല. പട്ടിൻ്റെ ഡാൻസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നു. അവിടെ കണ്ടോ, അവിടെ എല്ലാവരും കൂടി ബിയർ അടിക്കുന്ന ഒരു സ്ഥലമാണ്. അതാണ് അവിടെ ഒരു പ്രത്യേക തിരക്ക്.
ഓൾമോസ്റ്റ് ക്രിസ്മസ് അടുത്തു. 22-ാം തീയതിയാണെന്ന് ഞങ്ങൾ പോയപ്പോൾ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. 50% ഓഫിനാണ് സ്റ്റാറൊക്കെ കൊടുക്കുന്നത്. ഇവിടെ നടന്ന് ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്. നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ പോലെ ഇതിൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ മൊത്തത്തിലുള്ള വ്യൂ, ലൈറ്റൊക്കെ പുതിയത് വന്നതല്ല, എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പെട്ടെന്ന് മെയിൻ എയിം എന്ന് പറയുന്നത് ഫുഡാണ്. പിന്നെ എന്തെങ്കിലും കളിക്കാനുണ്ടെങ്കിൽ റൈഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. നമ്മൾ ഈ പാലത്തുമ്പോൾ മുന്നേ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നൊരു കാര്യമായതുകൊണ്ട് ഭയങ്കര കൂടുതൽ ഭംഗി തോന്നി. നല്ല രസമുണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് 2 സൈഡും ആ റിവർ പോകുന്നതിൻ്റെ ഫുൾ ലെങ്ത്തിലും ഇങ്ങനെ സ്റ്റാളുകളും ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു കാണാൻ. അതിൽ ഷെറിന് ഒരു പെർട്ടിക്കുലർ സൈഡ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കുറച്ചും കൂടി റൈറ്റ് സൈഡിനേക്കാളും ഇഷ്ടമായത്. എനിക്ക് രണ്ടും ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം ആ വെള്ളത്തിൽ ആ ലൈറ്റ്സൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നല്ല കാറ്റ്, നല്ല അവിടെ നിൽക്കണ പോലല്ലേ, താഴെ നിൽക്കുമ്പോൾ തീരെ തണവുണ്ടായി. ഇവിടേക്ക് നല്ല കാറ്റുണ്ട്. ഇവിടെയാണ് നമ്മുടെ സാധനം ഉണ്ടാക്കുന്നത്. ഇവിടെ ഭയങ്കര സ്മെല്ലും ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സ്പോട്ട് കണ്ടിട്ട് പട്ട് ഓടിപ്പോവാ. ഭയങ്കര ബിഗ് കേട്ടോ. 2 കൂടി 15 യൂറോ. പൈസയും കൂടുതലുണ്ട്, വലിപ്പം കൂടുതലാ. നല്ല വലിപ്പുണ്ട്. ഒരാൾക്ക് മതിയാവും അത്യാവശ്യത്തിനുണ്ട്. നമ്മളെ പോലെ ഭയങ്കര ഓവറാ. ഒരു വലിപ്പുണ്ട്. ഞങ്ങൾ മുമ്പ് ഇത് കഴിച്ചിട്ടുള്ളത് ചെറുതാ. നമ്മുടെയൊക്കെ ശരിക്കും മറ്റേ ഈ കോക്കനട്ട് ബണ്ണൊക്കെ വെക്കുന്ന ബണ്ണിന്റെ ഒരു അരഭാഗമുണ്ട്. നല്ല വലിയ കുഴപ്പമില്ല. മുമ്പ് കഴിച്ചതിന്റെ അത്ര ടേസ്റ്റ് ഇല്ല. എന്താണ് ഈ കപ്പലിലാണ് ഇത് ഉണ്ടാക്കി കൊടുക്കണേ. ഒരു പൈറേറ്റിന്റെ പടം വെച്ചിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ശംഖൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് പിന്നെ ഭാഷ അറിയാത്തതായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റില്ല. നല്ല തീയും ചൂടുണ്ട്. അത് കണ്ടപ്പോ നോക്കിയതാ. നല്ല രസമുണ്ട്. എല്ലാ കടയിലുള്ള എല്ലാവരും ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ടോ. മീൻസ് പൈറേറ്റ്സിന്റെ കോസ്റ്റ്യൂം, അല്ലെങ്കിൽ പിന്നെ അവിടെ നമ്മൾ മറ്റേ പഴയ എൽഫിന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കണ്ടായിരുന്നു കടകളിലുള്ള എല്ലാവരും. നല്ലൊരു നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഈ ക്യാമറ കയ്യിലെടുക്കലും ഫുഡ് കഴിക്കാൻ ഗ്ലൗസ് ഊരലൊക്കെ ഇച്ചിരി കടുപ്പാണ്. അയ്യോ, ഗ്ലൗസ് ഊരിപ്പോ കൈയൊക്കെ വേർന്നിരിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറെ നാളായിട്ട് പുറത്തിറങ്ങാത്തതിൻ്റെ ഉണ്ട് കേട്ടോ. അത് ആക്ച്വലി അത് മാത്രല്ല, തണവുണ്ട്. ആ പുള്ളിയുടെ ടീഷർട്ട് നല്ല രസമില്ല. അവരൊന്നും കോട്ടും ജാക്കറ്റും ഒന്നും ഇട്ടിട്ടില്ലേ. അവര് നല്ല വാമ അഴിച്ചോണ്ടേ ഇരിക്കുക. ശരിയാണ്. നമുക്ക് നടക്കാം. ജാക്കറ്റ് ഒന്നും ഒരു പണി നോക്കുക. ഒരു ബെല്ലിന് അവിടെ ഈ ഏണിമേക്കൂടെ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് ആ ബെല്ലടി. അപ്പൊ എന്താ കിട്ടുക അറിയില്ല. അറിയാത്ത കേറി പോകുന്നുണ്ട്.
പോയി 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 പോയി. ഇതൊക്കെ മെഴുകുതിരികളാണ് കേട്ടോ. അവരുടെ ടിപ്പിക്കൽ യെല്ലോ കളറും പിന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ഭയങ്കര ഷേപ്പിലുള്ള മെഴുകുതിരികളും പിന്നെ അറ്റത്തിരിക്കുന്നത് ചന്ദനത്തിരികളാണ്. അത് ഞാനിവിടെ ആദ്യമായിട്ട് കാണുക. ഇത് പഴയ മോഡലിലുള്ള തൊപ്പികൾ ഉണ്ടാക്കി കൊടുക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ അങ്ങനത്തെ കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഇത് കുപ്പികൾ, അതും പക്ഷേ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് അത് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കുപ്പികളൊക്കെ കണ്ടോ ഭയങ്കര നല്ല പഴയ നമ്മളെ കെമിസ്ട്രി ലാബിലെ ബീക്കറൊക്കെ ഓർമ്മ വന്നു. ഇവിടെ കുട്ടികൾക്കുള്ള കുഞ്ഞു വാളും ആക്സും അങ്ങനത്തെയൊക്കെ വിൽക്കണ കടയായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ച ഷിപ്പില്ലേ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ളത് മുഴുവൻ പൈറേറ്റ്സ് തീമിലാണ്. പൈറേറ്റ്സ് ചെയ്യണ കാര്യങ്ങൾ, അതായത് വാള് അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ എല്ലാം പൈറേറ്റ്സ് തീമിലാണ് അല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയില്ലേ? ഇവിടെയുള്ള അമ്മച്ചി വരെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ നിൽക്കണേ. ഇവിടെ പൈറേറ്റ്സിൻ്റെ ഓരോ ഓർണമെൻറ്റ്സ് ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ കഴുത്തിലിടുന്ന സാധനങ്ങളും അങ്ങനത്തെയൊക്കെ. അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ആ പുള്ളി അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ വിസ്കിയും വൈനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ അതെന്ത് വേഷമാണെന്നറിയില്ല, പക്ഷേ എന്താ പറയുക, ഒരു പ്രീസ്റ്റിൻ്റെ ഒക്കെ പോലെ ഡ്രസ്സ് ഇട്ടിട്ട് ആ പുള്ളി അവിടെ ഉള്ളവർക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് 11 to 13% ആണ് വൈനിലെ ആൽക്കഹോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്താണ് എവിടെ നിന്നിട്ട് പറയാം, എൻ്റെ എതിർത്ത് വീട്ടിൽ പോകട്ടാ. ഓക്കെ, പെട്ടെന്ന് ഉറക്കം വന്നു. പെട്ടെന്ന് ഫുഡ് അടി കഴിഞ്ഞു, എല്ലാ പരിപാടിയും ഉറങ്ങിയാൽ മതി. ഭയങ്കര തണുപ്പാ, നല്ല കാറ്റ്, നല്ല ഗ്ലൗസ് ഒക്കെ. പക്ഷെ ഫുഡ് കഴിക്കാൻ അത് ഊരിപ്പന്നെ തണുത്തതാ, പിന്നെ അതങ്ങ് സെറ്റ് ആവണില്ല, പിന്നെ ഇതാവണില്ല. അതുകൊണ്ട് ഞങ്ങൾക്കും പറ്റാണ്ടായി. അതുകൊണ്ട് മുഴുവൻ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റിയില്ല. ഒരു സൈഡ് കണ്ടു, ആ ലേക്കിന്റെ ഒരു സൈഡ് കണ്ടു. ഇനിയും കുറെ എവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഉള്ള ടൈം നന്നായി എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അതെ, വീട്ടിൽ പോവാം. അതെ, അപ്പൊ ഞങ്ങള് ഈ വ്ളോഗിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ ബൈ. ബൈ ബൈ. ശരി, അപ്പോൾ